സിംഗിൾ ഫേസ് മോട്ടോറിൽ സ്റ്റാർട്ടിങ് ടൈമിൽ മോട്ടറിനെ പിടിച്ച് തിരിക്കാൻ വേണ്ടിയിട്ട് ആ ടൈമിൽ മാത്രം കറണ്ട് ഒഴുകുന്ന ഒരു സ്റ്റാർട്ടിങ് വൈൻഡിങ് ഉണ്ട്. ബാക്കി എല്ലാ ടൈമിലും ഓടാൻ വേണ്ടിയിട്ടുള്ള ഒരു റണ്ണിങ് വൈൻഡിങ് ഉണ്ട്. അപ്പോൾ അതിൽ ഫുൾ ടൈം കറണ്ട് ഒഴുകണം. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരറ്റം പോയിട്ട് കോമൺ എന്ന് പറഞ്ഞ ടെർമിനലുണ്ട്. കാലപ്പഴക്കം കാരണം നമ്മളെ മോട്ടോറിൻ്റെ മിക്സി, ഗ്രൈൻഡർ, കംപ്രസറിൻ്റെ ഒക്കെ മോട്ടറിൻ്റെ ഇതിൻ്റെ പേരുകളെല്ലാം മാഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ടെർമിനൽ ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ഇവിടെ നോക്കുന്നത്. ഇതിൽ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഒഴുകാത്ത പാത്താണ് നമ്മുടെ സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങിൻ്റെയും ഇടയിലുള്ള ടെർമിനൽ. അപ്പോൾ അതിലൂടെ ഒരിക്കലും കറണ്ട് ഒഴുകില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് കറണ്ടിനെ തടയാനുള്ള ആ കഴിവ് ഈ രണ്ടിൻ്റെ ഇടയിലായിരിക്കും. പിന്നെ എല്ലായ്പ്പോഴും കറണ്ട് ഒഴുകുന്ന ടെർമിനലാണ് അല്ലെങ്കിൽ വൈൻഡിങ് ആണ് റണ്ണിങ് വൈൻഡിങ്. അപ്പോൾ കോമണിൻ്റെയും റണ്ണിങ്ങിൻ്റെ ഇടയിലായിരിക്കും ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും നമ്മുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഓം റേഞ്ചിലോട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഈച്ച് വാല്യൂസ് എന്ത് ചെയ്യുക നമ്മൾ നോക്കി നോക്കാം. ഇപ്പോൾ ഇതിൽ നോക്കുന്നത് ആദ്യം ഈ രണ്ട് ടെർമിനലാണ് നോക്കുകയാണ്. അതിൻ്റെ വാല്യൂ എനിക്ക് ഏകദേശം കിട്ടുന്നത് നോക്കി നോക്കാം. സ്റ്റഡി ആയി പിടിക്കുക, വാല്യൂ സ്റ്റഡി ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 55ൻ്റെ അടുത്ത് വരുന്നുണ്ട്. വാല്യൂ സ്റ്റഡി ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തതിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു കയ്യിലുകൊണ്ടാണ് പിടിക്കുന്നത്, അതിൻ്റെ ഒരു ഇതുണ്ടാവും. ഇപ്പോൾ മറ്റേ ടെർമിനൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം വാല്യൂ കാണിക്കുന്നത് 68, അതായത് നമുക്ക് ആദ്യം കിട്ടിയ 54-നേക്കാട്ടിലും ഇച്ചിരി കൂടി വലുതാണ്. ഏകദേശം 70യുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം കിട്ടിയത് 55 ആണ്, ഇപ്പോൾ 68, 70ൻ്റെ അടുത്ത്. ഇനി നമ്മൾ നോക്കാത്ത മറ്റേ ടെർമിനലും കൂടി ഒന്ന് നോക്കി നോക്കാം. ഇതിന് രണ്ടിനും നോക്കി നോക്കാം. ഇതിൽ ഏകദേശം വരുന്നത് 20യുടെ അടിയിലാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ 20 വന്ന്, പിന്നെ 55 വന്ന്, പിന്നെ 70 വന്ന്. അപ്പോൾ 70 ഏതിൻ്റെ ഇടയിലായിരിക്കും? കറണ്ട് ഒഴുകാത്ത രണ്ട് പിന്നായ സ്റ്റാർട്ടിങ്ങിൻ്റെ റണ്ണിങ്ങിൻ്റെ ഇടയിലായിരിക്കും. ഓക്കെ ആണോ? അതേപോലെ ഏറ്റവും കുറവ് വരുന്നത് നമ്മുടെ കോമണിൻ്റെയും റണ്ണിങ്ങിൻ്റെയും, അതായത് റണ്ണിങ് വൈൻഡിങ്ങിലൂടെ. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന 55 ആണ് ഇത് നമ്മുടെ കോമണിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ടെർമിനൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്നുകൂടി നോക്കി നോക്കാം. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടുന്ന രണ്ട് ടെർമിനലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആരായിരിക്കും? കോമൺ ആയിരിക്കും. ഒരു പേടിയും പേടിക്കേണ്ട, അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇൻ ബിറ്റ്വീന് മൂന്ന് വാല്യൂ ഉണ്ടാവില്ല. ഏറ്റവും വലുത് പിന്നെയുള്ള വലുതുണ്ടല്ലോ, അതായത് നടുവിൽ വരുന്നത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആളായിരിക്കും ഇത് റണ്ണിങ് ആയിരിക്കും. ഓക്കെ ആണോ? ഇനി ഏറ്റവും ചെറുതുണ്ടല്ലോ, ആ രണ്ട് ടെർമിനലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആൾ സ്റ്റാർട്ടിങ് ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.